വിനോദ് മാത്യു, നമ്മൾ 2010-11 കാലയളവിൽ ഇതേ ഡൽഹിയിൽ അന്നാ ഹസാരെയുടെ ബാബ രാംദേവിന്റെ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷന്റെ സമരം കണ്ടിട്ടുണ്ട്. കേവല സമരം എന്നുള്ളതിനപ്പുറത്ത് ഒരു വികാരമുണ്ടാക്കാൻ, ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ അത് ഒരു ഘടകമായിരുന്നു. യഥാർത്ഥത്തിൽ രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ വലിയ പരാജയം 2014 ഉണ്ടായതിന്റെ തുടക്കം എന്ന് പറയുന്നത് അവിടെയാണ്. ആ നിലയിൽ പൊതുജനാഭിപ്രായ രൂപീകരണം നടത്തുന്ന വിധത്തിലുള്ള ഒരു സോഷ്യൽ മൂവ്മെന്റായി ഇപ്പോഴത്തെ സമരം മാറും എന്ന് വിചാരിക്കണോ? മാറും എന്നല്ല, മാറിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇന്ന് കേരളത്തിൽ തൊട്ടുമുമ്പ് സൂചിപ്പിച്ചില്ലേ, ഇപ്പോൾ മാതൃഭൂമിയിൽ എഴുതി കാണിക്കുന്നുണ്ട്, ടൊവിനോ തോമസിന്റെ വീടിന്റെ മുമ്പിൽ യുവമോർച്ച വായ് മൂടിക്കെട്ടി. അവിടേക്ക് എത്തിയില്ലേ? ഗ്രാമാന്തരങ്ങളിലെ മനുഷ്യർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ലേ? എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്താണ്? ആ കുട്ടികളെ കേട്ടാൽ എന്താണ്? ഇത്രയല്ലേ ചോദിക്കുന്നുള്ളൂ. ഒറ്റ ചോദ്യം, വളരെ ഫോക്കസ്ഡ് അല്ലേ? അത് പറയാം, വിശദമായി തന്നെ പറയാം. പക്ഷേ ഈ മാതൃഭൂമിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ഗോപാലകൃഷ്ണൻ സംസാരിച്ചൊരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞില്ല എങ്കിൽ അത് വ്യക്തിപരമായ ആക്ഷേപം ഞാൻ ഒരു ഡിബേറ്റിലും ചെയ്യാറില്ല. പക്ഷേ ഈ വിഷയത്തിൽ പറഞ്ഞു പോയില്ല എങ്കിൽ എനിക്കൊരു സുഖം കിട്ടില്ല, മനസാക്ഷിക്ക് ഒരു സുഖം കിട്ടില്ല. അദ്ദേഹം ഇവിടെ ഒരു വീരവാദം പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടന ഞങ്ങൾ പ്രതിരോധിക്കും, ഞങ്ങൾ ഇറങ്ങിയാൽ തെരുവ് കാണില്ലെന്ന്. എൻ്റെ ഗോപാലകൃഷ്ണൻ ചേട്ടാ, താങ്കൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഗുരുവായൂരിൻ്റെ മണ്ണിൽ നിന്നൊരു വർഗീയത പറഞ്ഞു, നിങ്ങളുടെ വലിയ സംഘടനാ ബോധത്തെപ്പറ്റി. നിങ്ങൾ ആ അമ്പലത്തിൽ നിൽക്കുന്ന സ്ഥലം അവിടെ ജയിക്കേണ്ട ഒരു ഹിന്ദു MLA ആണെന്ന് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര വോട്ടാണ് കിട്ടിയത്? 28,000. അവിടെ ജയിച്ചത് ഒരു മുസ്ലിം നാമധാരിയായ മനുഷ്യനാണ്, 66,000 വോട്ട് നേടി. അതാണ് ഈ കേരളം, അതാണ് ഈ ഭാരതം. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചാപ്പ കുത്താൻ ശ്രമിച്ച് നിങ്ങൾ വിക്റ്റിമായതാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒരു ഈ ഇന്ത്യയുടെ മുഴുവൻ മനസാക്ഷിയും സംഘടനയും നിങ്ങളുടെ കഷത്തിലാണെന്ന് പറഞ്ഞതിന് ജനങ്ങൾ നിങ്ങൾക്ക് അത് മറുപടിയാണ്, ജനാധിപത്യ സംവിധാനത്തിൽ മറുപടിയാണ് നിങ്ങളുടെ വോട്ട്. അത് വ്യക്തിപരമായ ആക്ഷേപമാണെങ്കിൽ സഹിച്ചുകൊള്ളുക. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ വിദ്യാർത്ഥികളുടെ സമരമാണോ എന്ന് ചോദിച്ചല്ലോ. വിദ്യാർത്ഥികളുടെ സമരമാണ്. നിങ്ങൾക്ക് ഇരട്ട മുഖമല്ലേ? നമുക്ക് ചരിത്രം ഒന്ന് പരിശോധിക്കാമല്ലോ. മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, 79-ൽ അന്ന് മൊറാർജി ദേശായിരുന്നു പ്രധാനമന്ത്രി. BP മണ്ഡൽ എന്ന് പറയുന്ന കമ്മീഷനെ നിയോഗിച്ചു. എന്തിനായിരുന്നു കമ്മീഷൻ? ഇന്ത്യയിൽ സാമൂഹ്യപരമായും പിന്നോക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസപരം പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർക്ക് OBC വിഭാഗത്തിന് കേന്ദ്ര സർവീസിൽ സംവരണം കൊടുക്കണമെന്നായിരുന്നു കമ്മീഷൻ. 80-ൽ VP സിംഗിന്റെ ഗവൺമെന്റ് സമയത്ത് ആ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തുടങ്ങി. അന്ന് രാജ്യവ്യാപക പ്രക്ഷോഭം തുടങ്ങി. രാജീവ് ഗോസ്വാമി എന്ന് പറഞ്ഞ വിദ്യാർത്ഥി, 66ഓളം വിദ്യാർത്ഥികളാണ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്ന കണക്കുകൾ പറയുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ രാജീവ് ഗോസ്വാമി എന്ന് പറയുന്ന മനുഷ്യൻ മണ്ണെണ്ണയൊഴിച്ച് അദ്ദേഹം ആത്മാഹൂതിക്ക് ശ്രമിച്ചു. അന്ന് നിങ്ങൾ ആ വിദ്യാർത്ഥികൾക്കൊപ്പമായിരുന്നില്ലേ? അന്ന് ഗവൺമെന്റിനെതിരായിരുന്നില്ലേ? അന്നത്തെ പ്രതിഷേധങ്ങൾക്ക് നിങ്ങൾ ചുക്കാൻ പിടിച്ചതല്ലേ? അന്ന് വിദ്യാർത്ഥികളെ കേൾക്കണമെന്ന് പറഞ്ഞ ഗവൺമെന്റ് പാർട്ടിയല്ലേ നിങ്ങൾ? ഇന്ന് അതേ വിദ്യാർത്ഥികൾ അവിടെ നിൽക്കുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ ശബ്ദത്തിന് നിങ്ങൾ ഇത്രമാത്രം അപമര്യാദയായി പെരുമാറുന്നത് ഈ നാട്ടിൽ ജനാധിപത്യ ബോധമുള്ള മനുഷ്യർ കാണുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം, അതായത് 2010-ലെ മൂവ്മെന്റുകൾ, അതിനുശേഷം ഇന്ത്യയിൽ എന്താണ് മാറ്റമുണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികളും അഭിലാഷെ മനസ്സിലാക്കണം, ഈ നമ്മൾ പറഞ്ഞു പഴകിയതാണ്, എന്നാലും പറഞ്ഞു പോകാം. ഈ വിദ്യാർത്ഥികൾ അവിടെ വന്ന് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭയമില്ലാതായിരിക്കുന്നു. കാരണം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ജീവിതഗന്ധിയായ പ്രശ്നങ്ങളിലാണ് ചില ആൾക്കാർ കാശ് സമരം ചെയ്യുന്നത്. ശരി, ഓക്കെ.